Good evening to all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administrationൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജനറൽ ബോഡിയെ കുറിച്ചിട്ടായിരുന്നു. എന്താണ് ജനറൽ ബോഡി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഫങ്ഷൻസ്. ഓക്കെ, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നോട്ട്സ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോട്ട്സ് ഞാൻ മൊത്തത്തിൽ അങ്ങ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതായത് ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ, വേണ്ടവർ ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, എടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാനൊരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മുടെ ലീഗലിൻ്റെ പ്ലേലിസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേപ്പറും ലീഗലിൻ്റെ പേപ്പറും സെയിം ആണ്. അതായത് നമുക്കതിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ ലീഗൽ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ, വേണ്ടവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അതിൽ നമ്മൾ ഓൾറെഡി ജനറൽ ബോഡിയും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, മാനേജിങ് കമ്മിറ്റിയും എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എനിവേ നമുക്കിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാനേജിങ് കമ്മിറ്റി, അതുപോലെ തന്നെ എന്താണ് അതോ കമ്മിറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജിങ് കമ്മിറ്റി? ആസ് പെർ സെക്ഷൻ 28 സബ്സെക്ഷൻ 1, ദി ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൾ കൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരിയഡ് not exceeding 5 years in accordance with the Act, rules and bylaws and instruct the management. ഓക്കെ, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ദി മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെസ്റ്റഡ് ഇൻ ദി മാനേജിങ് കമ്മിറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മാനേജിങ് കമ്മിറ്റിയിൽ എന്താണ്, അധിഷ്ഠിതമാണ്. ഓക്കെ, അതാണ് വെസ്റ്റഡ്. ദ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെസ്റ്റഡ് വിത്ത് മാനേജിങ് കമ്മിറ്റി. The managing committee of a society is also known as committee, board of directors and director board. അതായത് ഒരു മാനേജിങ് കമ്മിറ്റിയുടെ മറ്റ് പേരുകളാണ് ഏതൊക്കെ? കമ്മിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ്. ദ ടേം മാനേജിങ് കമ്മിറ്റി ഈസ് 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അതായത് ഓരോ 5 വർഷം കഴിയുമ്പോഴും എലക്ഷൻ നടക്കും. അപ്പോൾ പുതിയ പുതിയ ഭരണാധികാരികൾ വരും, പഴയവർ പോവും, അല്ലെങ്കിൽ പഴയവർ തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു എലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു മാനേജിങ് കമ്മിറ്റിയിലും 5 വർഷം കൂടുമ്പോഴാണ് പുതിയ മെമ്പേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ളവർ തന്നെ വീണ്ടും അവർ ഭരണത്തിൽ വരുന്നതൊക്കെ. ദ ടേം മാനേജിങ് കമ്മിറ്റി ഈസ് 5 years ഫ്രം ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഓക്കെ, all the employees of a cooperative societies are appointed by managing committee. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ എംപ്ലോയീസിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജിങ് കമ്മിറ്റി ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ദ മാനേജിങ് കമ്മിറ്റി ഈസ് ദി അതോറിറ്റി ലയബിൾ ടു ടേക്ക് ഡിസിഷൻ ടു കണ്ടക്ട് ഇലക്ഷൻ ഓഫ് എ സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു മാനേജിങ് കമ്മിറ്റി എന്താണ്? അധിഷ്ഠിതമാണ്. ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ മാനേജിങ് കമ്മിറ്റി 7 ആൻഡ് മാക്സിമം 15. ഓക്കെ, അതായത് ഒരു മാനേജിങ് കമ്മിറ്റിയിൽ മിനിമം 7 പേരെങ്കിലും വേണം, മാക്സിമം 15. അതാണ് ഒരു മാനേജിങ് കമ്മിറ്റിയെ കുറിച്ചിട്ട് നമുക്കിതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ മാനേജിങ് കമ്മിറ്റി. പിന്നെ നമുക്ക് വരുന്നത് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് ടു കണ്ടക്ട് ഇലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ്. അത് സ്റ്റെപ്പാണ്. മേ ബി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ലീഗലിൻ്റെ കേസിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ നമുക്ക് 11 പ്രൊസീജിയർ പഠിക്കാനുണ്ട്. SAക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലീഗലിൻ്റെ കേസിൽ ലീഗലിൻ്റെ എക്സാമിന് അത് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, അതിൽ കഴിഞ്ഞ ലീഗലിൻ്റെ എക്സാമിൽ നമുക്ക് ഫുള്ള് ജനറൽ ബോഡീനെ കുറിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ ജനറൽ ബോഡി വരില്ല എന്നല്ല, 50-50 ആണ്. ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം 11 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് മാനേജിങ് കമ്മിറ്റി. നെക്സ്റ്റ് നമുക്ക് അതോ കമ്മിറ്റിയെ കുറിച്ചിട്ട് നോക്കാം. പ്രൊസീജിയേഴ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതോ കമ്മിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ കുറച്ച് പേര് ഒരു പുതിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളങ്ങ് തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. ലൈക്ക് അവർ ഒരു മീറ്റിംഗ് വെക്കണം.
എന്നിട്ട് അവരെല്ലാവരും കൂടെ തീരുമാനിക്കണം, എന്നിട്ട് സൈൻ ചെയ്യേണ്ടി വരും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലത്തിന് അവരെന്താണ് ഒരു കമ്മിറ്റി അവരെന്ത് ചെയ്യണം, രൂപീകരിക്കുകയാണ്. അതാണ് എന്ത് പറയുന്നത്, അധോക് കമ്മിറ്റി എന്ന് പറയുന്നത്. In case of new society, the person who have signed the application to register the society may appoint a committee to conduct the affairs of the society. This is known as ad hoc committee. This committee will be in power for period of 3 months from the date of registration. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് 3 മാസമായിരിക്കും ഇതിൻ്റെ എന്ത് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത്. അത്യാവശ്യമാണെങ്കിൽ രജിസ്ട്രാർക്ക് ഈ ഒരു 3 മാസം എന്നുള്ളത് എന്ത് ചെയ്യാൻ കഴിയും, എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. ദ രജിസ്ട്രാർ മേ എക്സ്റ്റെൻഡ് ദ പീരിയഡ് ഓഫ് സച്ച് കമ്മിറ്റി ഇഫ് നെസസറി, ആവശ്യമാണെങ്കിൽ. അധോ കമ്മിറ്റീനെ കുറിച്ചിട്ട് നമുക്ക് അത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജിങ് കമ്മിറ്റി. ഒരു മാനേജിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ടു ഫോർമുലേറ്റ് പ്ലാൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്ലാൻസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എന്ത് മാനേജിങ് കമ്മിറ്റിയുടെ ഒരു മെയിൻ ഫംഗ്ഷനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ടു ഫ്രെയിം പോളിസീസ്, പ്രോഗ്രാം, പ്രൊസീജിയേഴ്സ് എക്സെട്ര ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ദി ഗോൾ ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാംസും പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ ഇറ്റ് സക്സസ്ഫുൾ വർക്കിംഗ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ പ്രോപ്പർ ക്ലൈമറ്റ്, അതായത് അവിടെ ഇപ്പോൾ നമുക്ക് ടൂൾസ്, മെഷീനറീസ് അതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ സമാധാനപരമായുള്ള ഒരു അന്തരീക്ഷം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുക. അതാണ് ബിൽഡിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് പ്രോപ്പർ ക്ലൈമറ്റ് ഫോർ ഇറ്റ് സക്സസ്ഫുൾ വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ടു ടേക്ക് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടല്ല, എന്ത് തന്നെ ആയാലും. മേ ബി ഇനി ഒരു ഫാമിലി ആണെങ്കിൽ കൂടെ, അല്ല ഇനിയിപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ കൂടെ എന്താണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ ഡിസിഷൻസ് ശരിയായ സമയത്ത് എടുക്കുക എന്നുള്ളത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണെങ്കിലും അതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതാണ് എന്ത് പറയുന്നത്, ടു ടേക്ക് ടൈംലി ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. ഓക്കെ, പിന്നെ ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അതായത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണമിടപാടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരിക. അതായത് പണത്തിൻ്റെയൊക്കെ അമിതോപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതാണത് ഉദ്ദേശിക്കുന്നത്. ടു കോർഡിനേറ്റ് ദ വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക് എന്ത് പറയുന്നത്, ഫങ്ഷൻസ് ഓഫ് മാനേജിങ് കമ്മിറ്റിയിൽ പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പവേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി. ഓക്കെ, പവേഴ്സ് ഓഫ് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പറയുന്ന പോയിൻ്റാണ് ഇലക്ഷൻ ഓഫ് ഓഫീസ് ബിയറേഴ്സ്, അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഷെയർസ്. അതായത് പുതിയ മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുക, അവർക്ക് ഷെയർസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, വീതിച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെ ടു റേസ് നെസസറി ഫണ്ട്സ് ഇൻ ദി ഫോം ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ്. അതായത് ഫണ്ട് റേസ് ചെയ്യുക, ഡെപ്പോസിറ്റ് വഴിയും അതുപോലെ തന്നെ ലോണൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ടൊക്കെ ഫണ്ട് റേസ് ചെയ്യുക. പിന്നെ ടു കൺവെൻ ദ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുക. പിന്നെ ടു അറേഞ്ച് ഫോർ ദി പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അറേഞ്ച് ചെയ്യുക. പിന്നെ ടു അപ്പോയിൻറ്റ്, കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദി സ്റ്റാഫ്. അതായത് സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ ടു കൺസ്റ്റിറ്റ്യൂട്ട് ദ സബ് കമ്മിറ്റീസ് ടു ഡിസൈഡ് ഓൺ ഹൗ ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. നിങ്ങളൊരു 5-6 പോയിൻറ്റ്സ് പഠിച്ചു വയ്ക്കുക കേട്ടോ. അതിൽ സിമ്പിളാണെന്ന് തോന്നിയിട്ടില്ല, ഞാൻ ടിക്കിട്ട് വെച്ചിട്ടുള്ളത് മോർ ഈസി. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ സിമ്പിളായിട്ടുള്ളത് അത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ ലീഗലിൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ലീഗലിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അതിൽ മേ ബി ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ പറയാൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ. ഓക്കെ, അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.